നമസ്കാരം. ഞങ്ങൾ ഇന്നൊരു വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്തിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ ഇത് കാക്കനാടായിരുന്നു ലൊക്കേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ നമുക്ക് കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരാഴ്ച മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വിളിച്ചിട്ട് അവർ ഇന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ റേറ്റ് പറഞ്ഞു. അപ്പം അവർക്കത് റേറ്റ് കൂടുതലായിരുന്നു. നമ്മളന്ന് 6000 ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്ന് സോൾവ് ചെയ്തത്. അപ്പം അവർ പറഞ്ഞു ഒരു ഇലക്ട്രീഷ്യന് ഇത്രയും റേറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണ് പ്രൊഫഷണൽ ഇലക്ട്രീഷ്യന്മാർക്ക് റേറ്റ് ഉണ്ട് പറയുകയും ചെയ്തു. പിന്നീട് അന്നേരം അവർ പറഞ്ഞ് അടുത്തുള്ള ഒരു ലോക്കൽ ഇലക്ട്രീഷ്യൻ ഉണ്ട്, ഞങ്ങൾ അവരെ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ അത് ഓക്കെ പറഞ്ഞു. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ വെച്ചു. പിന്നീട് അതിനുശേഷം ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ നമ്മളെ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ അവർ പറഞ്ഞാൽ ഒരു ലോക്കൽ ഇലക്ട്രീഷ്യന്മാർ രണ്ടുപേരും നോക്കി MCBസും ബ്രേക്കറിൻ്റെ ഒക്കെ ഒന്ന് ടൈറ്റ് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു RCCB ഒക്കെ ഉണ്ടായിരുന്നത് ഒക്കെ അവർ മാറ്റി. പിന്നെ 1-2 MCBകളൊക്കെ അവർ റീപ്ലേസ് ചെയ്തു. ഇതുകൊണ്ട് മാറും എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത്. പക്ഷെ അതുകൊണ്ടും മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമാണ് അവർ അന്ന് പറഞ്ഞത്. ശരിക്കും അവർക്ക് ഈ 10,000 രൂപ മേലെ അവർക്ക് ഇപ്പം തന്നെ ചിലവായി കഴിഞ്ഞു. അവർക്ക് മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് RCCB MCB ഒക്കെ മേടിച്ച് മാറിയിട്ട് അത്രയും പൈസ അവർക്ക് ചിലവായി കഴിഞ്ഞു ഓൾറെഡി. അതിനുശേഷമാണ് നമ്മുടെ റേറ്റ് പറഞ്ഞത്. പിന്നീട് അവരത് അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് പോയിട്ട് അത് സോൾവ് ചെയ്തത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അൺബാലൻസിങ് പ്രോബ്ലങ്ങളായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതുപോലെ ലീക്കേജും പ്രശ്നങ്ങളുണ്ടായി, വയറിംഗ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാം കണ്ടെത്തി ഞങ്ങൾ സോൾവ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. അതിൽ RCCBയും കോണ്ടാക്റ്റൊക്കെ അത് മാറ്റിയത് ശരിക്കും അവർക്കൊരു വലിയൊരു എക്സ്പെൻസായി, വേസ്റ്റായിപ്പോയി. ശരിക്കും അവർക്ക് ഒത്തിരി പൈസ ചിലവായിപ്പോയി. ഞങ്ങൾക്ക് തന്നതും അതുപോലെ നേരത്തെ മറ്റുള്ളവർക്ക് കൊടുത്തതെല്ലാം കൂടെ ഒത്തിരി എക്സ്പെൻസ് അവർക്ക് ആയിട്ടുണ്ട്. ആദ്യം ഞങ്ങൾ പറഞ്ഞത് അവർ കേട്ടിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്രയും പൈസ ചിലവാകത്തുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജേക്കബേട്ടനും പിന്നെ സുമേഷുമാണ്. ജേക്കബേട്ടാ, എന്തേലും? നമസ്കാരം. ഞങ്ങളിപ്പോൾ കാക്കനാടെന്ന് വരുന്ന വഴിക്കാണ് നല്ല മഴ. അവിടെ വോൾട്ടേജ് വേരിയേഷൻ്റെ പ്രശ്നം കൊണ്ടാണ് പോയത്. ഇതിന് മുമ്പ് ഞങ്ങൾ ഒരാഴ്ചക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ റേറ്റ് പറഞ്ഞു. ഇപ്പോൾ രൂപേഷ് പറഞ്ഞല്ല, റേറ്റ് പറഞ്ഞു. പക്ഷെ അവരത് കൺവിൻസ് ആയില്ല. അവരവിടുത്തെ വേറെ ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് ചെയ്യിച്ച് മെറ്റീരിയൽസിന് മാത്രം ഒരു 10,000-7,000 രൂപയോളം അവരുടെ പോയി. പിന്നെ അവരുടെ പണിക്കാശും. അതിനുശേഷം അവർ KSEBിൽ വിളിച്ചറിയിച്ച് എന്താണ് പ്രശ്നമെന്ന്. അപ്പോൾ അവർ പറഞ്ഞ ഇലക്ട്രീഷ്യന്മാരെ വിളിച്ച് പറയാനാണ് പറഞ്ഞത്. അങ്ങനെ വീണ്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്തു. ഇതിപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 9-10 മണിയപ്പോൾ അവിടെ പോയി. ഈ നേരത്തിനുള്ളിൽ എല്ലാം കഴിഞ്ഞ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. മെയിനായിട്ട് ലീക്കേജിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു AC-യുടെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇതെല്ലാം മാറ്റി ക്ലിയർ ചെയ്ത് വോൾട്ടേജ് ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. 3 ഫേസ് കണക്ഷൻ ആയിരുന്നു. അപ്പോൾ ബാലൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ഞങ്ങൾ വരുന്ന വഴിയാണ്. മഴ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇന്നലെ നൈറ്റ് ഒരു മിഡ് നൈറ്റിൽ ഒരു റിക്വയർമെൻറ്റ് വന്നിരുന്നു. ഒരു പവർ ഫെയിലിയറിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലീക്കേജും കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഏതാണ്ട് വെളുപ്പങ്ങലെ ഒരു 4:30-5 മണി സമയത്തോളം ആയിരുന്നു. ഞങ്ങൾ തിരിച്ച് വന്നിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ പോയി ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് വന്നിട്ട് ഇനി ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. ഞങ്ങൾ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പം എപ്പോൾ വിളിച്ചാലും നമ്മൾ ചെല്ലും, അറ്റൻഡ് ചെയ്ത് അത് പ്രശ്നം സോൾവ് ചെയ്ത് കൊടുത്തിട്ട് പോരുകയാണ് സാധാരണ ചെയ്യാറ്. ചില കേസിൽ അന്നേരം സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പിറ്റേ ദിവസം രാവിലത്തേക്ക് അത് വെച്ച് സോൾവ് ചെയ്ത് കൊടുക്കുന്ന രീതികളും ഉണ്ട്. അവരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് അതൊക്കെ ചെയ്യാം. പരമാവധി കാര്യങ്ങൾ നമ്മൾ അന്ന് തന്നെ അത് സോൾവ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യും. ഇവിടുത്തെ ഇൻസുലേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 0 ഇവിടെ ഏതാണ്ട് 2 സർക്യൂട്ടിലായിരുന്നു ഈ 0 വാല്യൂ കാണിച്ചിരുന്നത്. ഒന്നൊരു AC-യുടെ പോയിൻറ്റും ഒന്നൊരു സ്വിച്ച് ബോർഡും ആയിരുന്നു. അപ്പം ഇവിടെ ഈ ഒരു വാല്യൂവിൽ ഇവിടെ ട്രിപ്പിങ്ങും സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ട്രിപ്പ് ആവാണ്ടിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ RCCB ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവർ അറിയാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ വിളിച്ചപ്പോഴാണ് സംസാരിക്കുമ്പോഴാണെങ്കിൽ നമ്മളിത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മളത് ആ റേറ്റ് പറഞ്ഞത്. എന്നിട്ട് ഇത് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് സോർട്ട് ചെയ്യാൻ പറ്റിയത് കൊണ്ട് നമ്മൾ വേറെ അഡീഷണൽ റേറ്റ് ഒന്നും മേടിച്ചില്ല. നമ്മൾ ആ സെയിം റേറ്റ് തന്നെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ട് പോരുകയാണ് ചെയ്തിട്ടുള്ളത്. മെയിനായിട്ട് ഇവിടെ അൺബാലൻസിങ് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ ഇഷ്യൂസും ഉണ്ടായിരുന്നു, അൺബാലൻസിങ് ഇഷ്യൂസും ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവർക്ക് കറണ്ട് ബില്ലും കൂടുതലായിരുന്നു. ഏതാണ്ട് ഒരു AC ഉപയോഗിക്കുന്നത്. എന്നിട്ട് അവർക്ക് 12,000 രൂപയ്ക്കായിരുന്നു ബില്ലുണ്ടായിരുന്നത്. ഇതാണ് AC-യുടെ പോയിൻറ്റ്. ഈ AC-യുടെ പോയിൻറ്റ്
അവിടെ വെറുതെ പുറത്ത് വെറുതെ ഇട്ടിരിക്കുമായിരുന്നു. അവിടെ ഇൻസുലേഷനൊക്കെ പോയിട്ട് കിടക്കുകയായിരുന്നു. അതായത് ആ വയറ് ടേപ്പ് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ വയറ് ആ ഭിത്തിയിൽ മുട്ടി കിടന്നിട്ട് അതുവഴിയായിരുന്നു ലീക്ക് ആയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അത് ഇൻസുലേഷൻ അത്ര കുറവ് കാണിച്ചിരുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ടേപ്പ് അടിച്ച് ഒന്ന് ഒതുക്കി വൃത്തിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. രൂപേഷ് മാതൽ, മൈനർ സൊല്യൂഷൻ എക്സ്പെർട്ട്.